നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്നായി നടന്നു പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് അകാരണമായ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത്. ബിസിനസ്സിൽ വലിയ തകർച്ച, വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വിട്ടുമാറാത്ത അസുഖങ്ങൾ. ഇതിനെയൊക്കെ നമ്മൾ സാധാരണയായി കണ്ണുകിട്ടുക അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് വിളിക്കുന്നു. ജ്യോതിഷശാസ്ത്രം ഇതിനെ വെറുമൊരു അന്ധവിശ്വാസമായല്ല കാണുന്നത്. ഓരോ മനുഷ്യനും ചുറ്റും ഒരു ഊർജ്ജ വലയമുണ്ട്. ഇതിനെ നാം ഓറ എന്ന് വിളിക്കുന്നു. ഒരാൾ നമ്മളെ അസൂയോടെയോ ദേഷ്യത്തോടെയോ നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് തരംഗങ്ങൾ നമ്മുടെ ഊർജ്ജവലയത്തെ ബാധിക്കും. ജ്യോതിഷപ്രകാരം 5 നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ദൃഷ്ടിദോഷങ്ങൾ ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. അത് ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്നും അതിന്റെ കാരണങ്ങളും നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ്. ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രത്യേകമായ ഒരു ആകർഷണ ശക്തിയുണ്ടാകും. സൗന്ദര്യവും ഐശ്വര്യവും ഇവരുടെ പ്രത്യേകതയാണ്. എവിടെ പോയാലും മറ്റുള്ളവരുടെ ശ്രദ്ധ പെട്ടെന്ന് ഇവരിൽ എത്തും. ഈ അമിതമായ ശ്രദ്ധ പലപ്പോഴും ഇവർക്ക് ദൃഷ്ടിദോഷമായി മാറുന്നു. ഇവരുടെ വളർച്ചയും സന്തോഷവും മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ രോഹിണി നക്ഷത്രക്കാർ എപ്പോഴും ജാഗ്രത പാലിക്കണം. രണ്ടാമത്തെ നക്ഷത്രം പൂയമാണ്. ശനി അധിപനായ നക്ഷത്രമാണെങ്കിലും കർക്കടക രാശിയിൽ വരുന്നതിനാൽ ചന്ദ്രന്റെ ശക്തമായ സ്വാധീനം പൂയം നക്ഷത്രത്തിനുണ്ട്. അതിലോലമായ മനസ്സും ഊർജ്ജവലയവുമാണ് ഇവരുടെ പ്രത്യേകത. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ പോലും അവരുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി പൂയം നക്ഷത്രക്കാരിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. കരിനാക്ക് പോലുള്ള ദോഷങ്ങൾ ഈ നക്ഷത്രക്കാരെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്. മൂന്നാമത്തെ നക്ഷത്രം ആയില്യമാണ്. ബുധൻ അധിപനായ സർപ്പ നക്ഷത്രമാണ് ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കാന്തിക ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജിയെ എന്ന പോലെ നെഗറ്റീവ് എനർജിയെയും ഇവർ വേഗത്തിൽ വലിച്ചെടുക്കും. അകാരണമായ ഭയം, തളർച്ച, ഉറക്കമില്ലായ്മ എന്നിവ ഈ ദോഷം മൂലം ഇവർക്ക് അനുഭവപ്പെടാം. നാലാമത്തെ നക്ഷത്രം വിശാഖമാണ്. വ്യാഴത്തിന്റെ സ്വാധീനമുള്ള വിശാഖം നക്ഷത്രക്കാർ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ചകൾ നേടുന്നവരാണ്. 0 നിന്ന് വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇവർക്ക് കഴിയും. ഇവരുടെ ഈ അസാധാരണ വളർച്ച അയൽവാസികളിലോ ബന്ധുക്കളിലോ അസൂയ ഉണ്ടാക്കിയേക്കാം. ദൃഷ്ടിദോഷം മൂലം ഇവരുടെ ആരോഗ്യത്തിലും ബിസിനസ്സിലും പെട്ടെന്ന് ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ നക്ഷത്രം ചോതിയാണ്. രാഹു അധിപനായ ചോതി നക്ഷത്രക്കാർ എപ്പോഴും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവരുടെ സംസാരശൈലിയും ഇടപെടലുകളും ആളുകളെ വേഗത്തിൽ ആകർഷിക്കും. രാഹുവിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ദൃഷ്ടിദോഷം ഇവർക്ക് പെട്ടെന്ന് ഏൽക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക എന്ന് നോക്കാം. അകാരണമായ തളർച്ച, രാത്രിയിൽ പേടി സ്വപ്നങ്ങൾ കാണുക, വീട്ടിലെ ഉപകരണങ്ങൾ കൂടെ കേടാകുക എന്നിവ ദൃഷ്ടിദോഷത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇതിന് ജ്യോതിഷത്തിൽ ലളിതമായ ചില പരിഹാരങ്ങളുണ്ട്. ശനിയാഴ്ചകളിൽ ഉപ്പും മുളകും ഉപയോഗിച്ച് ഒഴിയുന്നത് ഉത്തമമാണ്. സന്ധ്യാസമയത്ത് വീട്ടിൽ നാമജപം നടത്തുന്നത് നിങ്ങളുടെ ഊർജ്ജവലയത്തെ ശക്തമാക്കും. കൂടാതെ ഹനുമാൻ ചാലീസ് ജപിക്കുന്നതും ഇത്തരം ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.